സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പിടിച്ചു നിൽക്കാൻ വേണ്ടി രാജ്യാന്തര നാണ്യനിധിയിൽ അതായത് IMF നിന്ന് $700 കോടി വായ്പ ലഭിക്കുന്നതിന് വേണ്ടി 1.5 ലക്ഷം സർക്കാർ ജോലികൾ നിർത്തലാക്കിയതിന് മാത്രം മതി ഇന്ത്യയുടെ അയൽരാജ്യം നേരിടുന്ന പ്രതിസന്ധി മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഒരു നിധി കിട്ടിയിരിക്കുകയാണ്. പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക് ജില്ലയിൽ സിന്ധു നദിക്കടിയിൽ നിന്ന് സ്വർണശേഖരം കണ്ടെത്തിയെന്ന വാർത്തയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ വന്നത്. ഈ സ്വർണം ഖനനം ചെയ്തെടുക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ ഉടൻ തന്നെ ഖനനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പാക് സർക്കാർ ആരംഭിക്കുകയായിരുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാർ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനമായ നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസ് പാകിസ്ഥാൻ മൈൻസ് ആൻഡ് മിനറൽസ് ഡിപ്പാർട്ട്മെന്റ് പഞ്ചാബുമായി ചേർന്നാണ് സ്വർണം കുഴിച്ചെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അറ്റോക് പ്ലേസർ ഗോൾഡ് പദ്ധതി എന്ന പേരിലാണ് സിന്ധു നദിക്കടിയിലെ സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന പുതിയ പേര്. പദ്ധതി രാജ്യത്തെ ഖനന മേഖലയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കുമെന്നാണ് നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസ് മാനേജിംഗ് ഡയറക്ടർ സർഗാം ഇഷാ ഖാൻ പറയുന്നത്. അറ്റോക് ജില്ലയിലെ സിന്ധു നദിക്കരയിലുള്ള 9 പ്ലേസർ ഗോൾഡ് ബ്ലോക്കുകൾക്കായി ബ്രീഡിംഗ് ഡോക്യുമെന്റുകൾ തയ്യാറാക്കുന്നതിനുള്ള കൺസൾട്ടൻസി സർവീസിനുമാണ് ഇരു കക്ഷികളും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും സർഗാം ഇഷാ ഖാൻ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണ ഖനന മേഖലയിലെ വെല്ലുവിളികളെ ശരിയായി അഭിസംബോധന ചെയ്യുന്നതിലൂടെയും അവസരങ്ങൾ മുതലെടുക്കുന്നതിലൂടെയും ആഗോള ഖനന വ്യവസായത്തിലെ ഒരു പ്രധാന കളിക്കാരനായി മാറാൻ പാകിസ്ഥാന് കഴിയുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. നദിക്കടിയിൽ കണ്ടെത്തിയ സ്വർണശേഖരത്തിന്റെ ഏകദേശ മൂല്യം ഇന്ത്യൻ രൂപയിൽ 80,000 കോടി രൂപയോളം വരുമെന്നാണ് അനുമാനം. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്ന നദിയാണ് സിന്ധു. 1947 വിഭജനത്തിന് മുൻപ് പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധു നദി ഇന്ത്യക്കും പാകിസ്ഥാനും ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രധാനപ്പെട്ടതാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടിയിൽ പർവ്വതങ്ങൾ രൂപപ്പെടുകയും ഇതിനെ തുടർന്നുണ്ടായ മണ്ണൊലിപ്പിലൂടെ സ്വർണ്ണഖണങ്ങൾ നദിയിലേക്ക് എത്തുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തതായി കണക്കാക്കുന്നുണ്ട്. കാലക്രമേണ ഈ സ്വർണ്ണക്കണങ്ങൾ വലിയ തോതിൽ അറ്റോക് മേഖലയിലെ നദീതടത്തിൽ അടിഞ്ഞുകൂടുകയും പ്ലേസർ ഗോൾഡ് ഡിപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്വാഭാവിക പ്രക്രിയ നദിയുടെ മറ്റ് പല പ്രദേശങ്ങളിലും വലിയ അളവിൽ സ്വർണം ശേഖരിക്കപ്പെടുന്നതിന് കാരണമാവുകയുമായിരുന്നു. അറ്റോക് ജില്ലയിൽ മാത്രം 32 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സ്വർണമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. നദിയിൽ സ്വർണം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മേഖലയിൽ പഞ്ചാബ് പ്രവിശ്യ സർക്കാർ നിരോധനാജ്ഞ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വർണം തേടി പ്രദേശവാസികൾ വലിയ തോതിൽ നദിയിൽ സ്വന്തം നിലയ്ക്ക് കുഴിക്കാനും മണലരിക്കാനും തുടങ്ങിയതോടെ ആയിരുന്നു സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത്. മഞ്ഞുകാലത്ത് നദിയിൽ ജലനിരപ്പ് കുറഞ്ഞ സമയത്തായിരുന്നു ഇത്തരം ശ്രമങ്ങൾ കൂടുതൽ ശക്തമായത്. വലിയ സ്വർണശേഖരം കണ്ടെത്തിയെങ്കിലും ഇത് പൂർണ്ണമായി ഖനനം ചെയ്തെടുക്കാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണവും. കരയിലെ ഖനനത്തെക്കാൾ ഇരട്ടിയിലേറെ ചിലവാണ് നദിയിലെ ഖനനത്തിന്. മൈൻസ് ആൻഡ് മിനറൽ ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ നദിക്കടിയിലെ സ്വർണം ഖനനം ചെയ്യുന്നതിലെ വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം പാകിസ്ഥാൻ നേടിയേക്കും.